ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും യു.ഡി.എഫിൻ്റെ മുന്നേറ്റം രാഷ്ട്രീയ രംഗത്ത് പുതിയ ചർച്ചകൾക്ക് തുടക്കമിടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസത്തോളം മാത്രം ബാക്കിയിരിക്കെ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിൽ യു.ഡി.എഫ് വലിയ തിരിച്ചുവരവാണ് നടത്തിയത്. കഴിഞ്ഞ തവണ LDF ഭരണത്തിലായിരുന്ന ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളാണ് യു.ഡി.എഫ് തിരിച്ചുപിടിച്ചത്. കഴിഞ്ഞ തവണ യു.ഡി.എഫിന് കാര്യമായ സീറ്റുകൾ ലഭിക്കാതിരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇത്തവണ മികച്ച വിജയമാണ് യു.ഡി.എഫ് നേടിയത്. ലാലം ബ്ലോക്ക് പഞ്ചായത്തിൽ യു.ഡി.എഫിന് 10 സീറ്റും LDFിന് 4 സീറ്റും ലഭിച്ചു. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിലും ഇതേ സ്ഥിതിയാണ്. യു.ഡി.എഫിന് 10 സീറ്റുകളും LDFിന് 4 സീറ്റും ലഭിച്ചു. പാമ്പാടിയിൽ യു.ഡി.എഫിന് 14 സീറ്റ് ലഭിച്ചപ്പോൾ LDFിന് 1 സീറ്റ് മാത്രമാണുള്ളത്. കടുത്തുരുത്തിയിൽ യു.ഡി.എഫിന് 11 സീറ്റുകളും LDFിന് 3 സീറ്റും ലഭിച്ചു. ഏറ്റുമാനൂരിൽ യു.ഡി.എഫിന് 9 സീറ്റ് ലഭിച്ചപ്പോൾ LDFിന് 5 സീറ്റുകളാണ് നേടാൻ കഴിഞ്ഞത്. വിവിധ പഞ്ചായത്തുകളിലും മികച്ച വിജയം നേടാൻ യു.ഡി.എഫിന് കഴിഞ്ഞു. അയർക്കുന്നം പഞ്ചായത്തിൽ ആകെയുള്ള 21 സീറ്റിൽ 14 സീറ്റുകളും യു.ഡി.എഫ് നേടി. LDFിന് 4ഉം BJPക്ക് 3 സീറ്റുകളാണ് ഇവിടെ ലഭിച്ചത്. അകലക്കുന്നം പഞ്ചായത്തിൽ ആകെയുള്ള 15 സീറ്റുകളിൽ 8 സീറ്റുകളാണ് യു.ഡി.എഫ് നേടിയത്. 5 സീറ്റുകൾ LDFിനും 2 സീറ്റ് സ്വതന്ത്രർക്കും ലഭിച്ചു. കല്ലറ പഞ്ചായത്തിലെ 14 സീറ്റുകളിൽ 6 സീറ്റുകളാണ് യു.ഡി.എഫ് നേടിയത്. 4 സീറ്റുകൾ LDFിനും 3 സീറ്റ് NDAയ്ക്കും 1 സീറ്റ് സ്വതന്ത്രനും ലഭിച്ചു. കരൂർ പഞ്ചായത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ല. 6 സീറ്റുകൾ യു.ഡി.എഫിനും 5 സീറ്റുകൾ LDFിനും ലഭിച്ചപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് 6 സീറ്റുകൾ വിജയിച്ചിരിക്കുന്നത്. കടനാട് പഞ്ചായത്തിൽ 8 സീറ്റുകളിൽ യു.ഡി.എഫ് വിജയിച്ചു. 5 സീറ്റുകളാണ് LDF നേടിയത്. 2 സീറ്റുകളിൽ സ്വതന്ത്രരാണ് വിജയിച്ചിരിക്കുന്നത്. കടുത്തുരുത്തി പഞ്ചായത്തിൽ 9 സീറ്റുകളിൽ യു.ഡി.എഫ് വിജയിച്ചു. 7 സീറ്റുകളാണ് LDFിന് ലഭിച്ചത്. 1 സീറ്റ് NDAയ്ക്കും 3 സീറ്റുകൾ സ്വതന്ത്രനുമാണ് ഇവിടെ വിജയം നേടിയത്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തെ തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.